നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഷൂട്ടിംഗ് സമയത്ത് എറോട്ടിസം എന്ന് വരും? ഒന്നും വരില്ല. ഈ എറോട്ടിസമിന്റെ ഈ വരെ വരില്ല. ഒരു ജോബ് പോലെ. ജോബ് ഒരു എല്ലാം ആക്ടിങ് ഈസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ടു കട്ട്. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തില്ല. ഒരു ആർട്ടിസ്റ്റും അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കില്ല. അതിൻ്റെ സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് വെരി ക്ലിയർ. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അല്ല ഇതല്ല. അപ്പോൾ എനിക്ക് റൊമാൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ അങ്ങനെ നമുക്ക് റൊമാൻസ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ഐ വോണ്ട് ടു ഗെറ്റ് മാരിഡ് ടു സംബഡി. അത് നടക്കില്ല. എനിക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ പ്ലസ്സസ് ആൻഡ് മൈനസ്. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു ഔട്ട്ഡോർ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫ് ഇല്ല. യുനോ യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ട് നമുക്ക് ആ ആക്ഷൻ ആൻഡ് കട്ടിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. ദാറ്റ് ഹാസ് നത്തിങ് ടു നമ്മുടെ റിയാലിറ്റിയിൽ അതൊന്നുമില്ല. ദർ ഇസ് നോ സ്റ്റാർട്ട് ക്യാമറ ആൻഡ് ദർ ഇസ് നോ കട്ട് ഇൻ റിയൽ ലൈഫ്. സിനിമയിൽ നമുക്കതാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇത്രയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ക്യാരക്ടറിന് വേണ്ടി. ഇറോട്ടിസം ദാറ്റ് മച്ച്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ലെസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആര് ചെയ്യും? ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് എന്നുള്ള കൊറിയൻ സിനിമയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതാര് ചെയ്യും നമ്മൾ ആലോചിക്കും. പലരുടെ പേര് വന്നാൽ ഇവരൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ഫിലിമോഗ്രഫിയെ ബാധിക്കും. ശ്വേതാ മേനോൻ എന്നാണ് പലപ്പോഴും പേര് ഓർമ്മ വരിക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആലോചിക്കുമ്പോൾ. ഇതൊരു ഞാനായിട്ടുള്ള ഒരു വൺ പീസ് ഓപ്ഷൻ അങ്ങനെ ആലോചിക്കാറുണ്ടോ ശ്വേതാ മേനോൻ സ്വയം? അങ്ങനെ ഉണ്ടോ? എടുക്കോ? അത് സി പീപ്പിൾ തിങ്ക്. ഇപ്പൊ എനിക്ക് എങ്ങനെ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാം? ഞാനല്ലല്ലോ. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹാൻഡ് മെയ്ഡ് പോലെ ഒരു സിനിമ എൻ്റെ അടുത്ത് വന്നാല് വൈ ഷുഡ് ഐ സേ നോ? പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഡയറക്ടർ അല്ലേ, ആടെ കഴിവല്ലേ. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് അല്ലാതെ എനിക്ക് പോസിറ്റീവ്, ഇറോട്ടിസം അല്ലാതെ പാവപ്പെട്ട എന്ത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ ടൂൾ ആരുടെ കയ്യിലാണ്? ഡയറക്ടറുടെ കയ്യിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇന്ന് ഞാൻ എറോട്ടിസം അങ്ങനെയല്ലല്ലോ. ആ ക്യാരക്ടറിന് എറോട്ടിസം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജങ്കാറാണ് ഈ വർഷത്തെ. അതിലൊരു എറോട്ടിസം പക്ഷെ ഞാൻ ഉറപ്പായിട്ട് അടുത്ത ഇറോട്ടിസം ചെയ്യും. വിഷ്ണു ഡയറക്ട് ചെയ്താൽ മാത്രം. അടുത്ത പടം വിഷ്ണു ഡയറക്ഷൻ, ശ്വേതാ മേനൻ, ഇറോട്ടിസം. ഗേൾസ് പെർസ്പെക്റ്റീവിൽ ഒരു ഇറോട്ടിക് പടം ചെയ്യാം. പക്ഷെ നല്ല ഹീറോ എല്ലാം വേണേ. അത് എന്റെ ഡിമാൻഡാണ്. നമുക്ക് ആരെ പിടിക്കാം? ആരെ പിടിക്കേ? കാസ്റ്റ് ചെയ്യണം. പിടിക്കാൻ പോവാണ്. അയ്യേ. ഡ്രീം ബോയ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ കാലഘട്ടത്തും? എന്തിനു ഡ്രീം ബോയ്? ഐ മീൻ നമുക്കൊരാളുണ്ടാവില്ലേ ലുക്കപ്പ് ചെയ്യുന്ന? I have had my 2 affairs and third I got married. So why should I dream about somebody when I have What one? did you learn from those broken relationships? That they were broken. Why? Why should I learn something? പക്ഷേ because of that I am what I am today. Nice. You hate them? No, I am still friends with them. ഒരാളില്ല. One passed away, one is there. ജങ്കാർ ആയിലും അവർ രണ്ടുപേരും ഇല്ല. അതെനിക്ക് മനസ്സിലായി. ബാക്കി രണ്ടുപേരുണ്ട്, അപ്പാനി ശരത്തൻ ശബരീഷ്. അവരായിട്ട് നമുക്ക് റൊമാൻസ് ചെയ്യാൻ ഒരു ഏരിയ ഇല്ലല്ലോ അല്ലെ പടത്തില്? അങ്ങനെ ആലോചിക്കരുത് മോനെ, എല്ലാം ജൂലൈ 4-ാം തീയതി. അങ്ങനെ പറയരുത്. മല്ലി എന്ന ക്യാരക്ടർ എന്ത് വേണമെങ്കിൽ ചെയ്യും. കയത്തില് അവരെ പോലെ എന്ത് എക്സ്റ്റന്റ് വേണമെങ്കിൽ. അതെന്തിനാ അങ്ങനെ കയം വിട്ടു? ഇത് വേറെ മല്ലി. എന്ത് മീൻസും സ്വീകരിക്കുന്നതാണ് പറയണത്. അങ്ങനെ പറയാം. മല്ലി ഒരു സ്ട്രോങ് ആയ ക്യാരക്ടറാണ്. 36 പ്രാവശ്യം തീരുമാനിച്ചാൽ അപ്പടി എനിക്ക് ദുർഗാഷ്ടമി. കുറെ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ എനിക്ക് കോംപ്ലക്സ്. ഇപ്പൊ ഒഴിമുറിയിലെ ക്യാരക്ടറൊക്കെ എടുത്താൽ അവര് ആദ്യം മനസ്സിലൊന്ന് ചിന്തിക്കും. പോലീസ് സ്റ്റേഷൻ സീക്വൻസിലൊക്കെ ആ നടന്നു വരുന്ന സമയത്ത് അവരൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ചെയ്യുന്നത് വേറെ. ഭയങ്കര കോംപ്ലക്സ്, മീനിങ് വേറെ. ഇറ്റ്സ് വെരി അണ്ടർറേറ്റഡ് പെർഫോമൻസ് ഓഫ് യൂസ്. ആസ് എ പേഴ്സൺ എങ്ങനെയാ ശരിക്കും മനസ്സിലെന്താണോ ചെയ്യണത് അത് തന്നെയാണോ മുഖത്ത് വരിക? അതോ ആളുകൾക്ക് അനുസരിച്ചിട്ട് സന്തോഷം ഒക്കെ ഫേക്ക് ചെയ്യാൻ പറ്റുമോ?
നോ 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 വിഷ്ണു, ഐ എം എ വെരി ട്രാൻസ്പെറൻറ്റ് ചൈൽഡ്. ബിക്കോസ് ഞാൻ ഒറ്റ കുട്ടിയായതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എ വെരി കോംപ്ലെക്സ്. മൈ പേരൻസ് വേർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ സംസാരിക്കാനുള്ള എനിക്ക് ഒരു സിബ്ലിങ്ങിന് മിസ് ചെയ്തോ എന്ന് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല ചില സമയത്ത്, അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ അതെല്ലാം നികത്തിയത് എൻ്റെ പേരൻസ് ആണ്. മൈ അച്ഛൻ വാസ് ലൈക്ക് എ ബഡി. പക്ഷെ അതേ സമയത്ത് അത്ര തന്നെ സ്ട്രിക്റ്റായി വളർത്തിയ ഒരാളാണ്. ഭയങ്കര പ്രോഗ്രസീവ് ആയിരുന്നു. പ്രോഗ്രസീവ്, അഗെയിൻ വെരി സ്ട്രിക്റ്റ് മാൻ. ഓക്കെ. അടി കിട്ടിയിട്ടുണ്ട്, നല്ല അടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെതായ സമയത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഐ ഹാവ് ബീൻ ഗിവൻ ലോട്ട് ഓഫ് ഫ്രീഡം. പക്ഷെ അതേ സമയത്ത് പ്രിൻസിപ്പളുടെ അപ്പുറത്ത് കളിക്കാൻ അലൗഡ് അല്ലായിരുന്നു. സോ അത് തന്നെയാണ് ആ മോട്ടോ. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. മോളെ അതന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യു ഹാവ് ടു ഹാവ് എ പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഞാൻ ഭയങ്കര കർമ്മ വിശ്വാസിയാണ്. ഐ ബിലീവ് ഇൻ ഡൂയിങ് ഗുഡ് കർമാസ്, ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ അറിയോ അറിയാതെ ഒരു മോശമായ കർമ്മ ചെയ്യില്ല. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെന്താ വേണ്ടത്? ഈ ചോയ്സും ഉണ്ട്, സിനിമയുടെ ചോയ്സും ഉണ്ട്. പുറത്താളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെ ഈ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുമായിരുന്നു. മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കമന്റ്സ് നെഗറ്റീവ് എല്ലാം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല ഞാൻ 20s ബോളിവുഡിൽ പോയിട്ട് ഡാൻസ് നമ്പർ ഒക്കെ ചെയ്യാം. അതൊരു ഒരു സാധ്യത പോലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെയാ മാനേജ് ചെയ്തത്? അഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മിസ് ഇന്ത്യ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോളിവുഡിൽ പോണത്. ഐറ്റം നമ്പേഴ്സ് ചെയ്യണോ സിനിമ ചെയ്യണോ അതൊക്കെ എൻ്റെ തീരുമാനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അല്ലല്ല, എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ പോറ്റാനൊന്നുമില്ല. എൻ്റെ അച്ഛൻ വാസ് എൻ എക്സ് സർവീസ് മാൻ. ആ മൂപ്പർക്ക് നല്ല പെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പോൾ എനിക്ക് അവരെ നോക്കാനൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല, ഞാൻ എൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം മറ്റേ ട്രാവൽ എന്നോ. സോ കുറേ ട്രാവൽ ചെയ്തു. കുറേ എന്താ പറയുക, കുറേ പ്ലേസ് എല്ലാം കാണാറുണ്ടായിരുന്നു. നമ്മളുടെ നോ, ഐ ഡോണ്ട് ഡ്രിങ്ക്. സോ അങ്ങനെ നോ ഐ ലവ് ലൈഫ്. ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഇതിന് മുമ്പേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഞാൻ എൻ്റേതായ ലോസിൽ പോയ ആളാണ്. അങ്ങനെയല്ല ദാറ്റ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ലോസിൽ പോയിട്ടുണ്ട്. ആ ലോന്ന് പൊങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറി അത് കഴിഞ്ഞ് ആ രീതിയിൽ ദിസ് ഇസ് എ കൾട്ടിവേറ്റഡ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഇപ്പോഴത്തെ. ബ്രിക്ക് ബൈ ബ്രിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിട്ടല്ല. ഐ ഹാവ് ഗോൺ ത്രൂ മൈ ലോസ് ആൻഡ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് എന്താണ് റോക്ക് ബോട്ടമിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബൗൺസ് ബാക്ക് ആയത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന് പോസിറ്റീവായിട്ട് എടുത്താൽ തിങ്സ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ കുറേ ആൾക്കാർ കുറയും. നമ്മുടെ ഡ്രോയിങ് റൂം ആദ്യം ഭയങ്കര നിറഞ്ഞിട്ടായിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിങ്ങനെ കുഴഞ്ഞു കുറച്ച് ആൾക്കാർ. ആ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. നമുക്ക് കുറേ ഉണ്ടാവുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആവുക. ലെസ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾവേസ്. എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു സമയം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഒന്നും പറയാതെ എല്ലാം പറയാൻ പറ്റുക, അതാണ് ഏറ്റവും പ്ലസ് ഉണ്ടാവുക.